ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ഈ ഒരു വാചകം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാകട്ടെ ഈ വായനാ ദിനത്തിന്റെ തുടക്കം. നമസ്കാരം കൂട്ടുകാരെ. ജൂൺ 19 വായനാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വായനയുടെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് ഓർക്കാനും വായനയുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എന്തുകൊണ്ടും യോജിച്ച ദിനമാണ് ഇന്ന്. ശരീരത്തിന് വ്യായാമം ചെയ്യേണ്ടതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിന് വായന എന്നത്. മനസ്സിന്റെ വ്യായാമമാണ് വായന. പണത്തേക്കാൾ അറിവാണ് സമ്പാദ്യം. നാം അറിയുന്ന എല്ലാ മഹാന്മാരും പഠിച്ച് റാങ്ക് നേടിയവരല്ല. പക്ഷേ അവർക്ക് പിന്നിൽ അറിവിന്റെ ഒരു ലോകം തന്നെയുണ്ട്. വായനയിലൂടെ അവർ നേടിയെടുത്ത അറിവിന്റെ അംഗീകാരമാണ് അവരെ ഉന്നതങ്ങളിൽ എത്തിച്ചത്. എല്ലാ വർഷവും ജൂൺ 19 നാം വായനാ ദിനം ആചരിക്കുന്നത്. എങ്കിലും ഈ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വായിച്ചു വളരുക എന്ന് ആഹ്വാനം ചെയ്തത് വായനയുടെ മാധുര്യത്തെ മലയാളികൾക്ക് പകർന്നു നൽകിയ PN പണിക്കരുടെ ചരമദിനം കൂടിയാണ് ജൂൺ 19. അദ്ദേഹം ജനങ്ങളിൽ വായനയുടെ വിത്തുകൾ പാകുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്തി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സ്കൂളുകളിൽ വായനാ വാരമായി ആഘോഷിക്കാറുണ്ട്. പുതിയ തലമുറ ഇന്റർനെറ്റിന് അടിമപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് പുസ്തകങ്ങളെല്ലാം പൊടി പിടിച്ച് ഒരു മൂലയിൽ ഇരിപ്പാണ്. അതൊന്ന് പൊടി തട്ടി എടുക്കണ്ടേ നമുക്ക്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഈ വരികൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലോകം എത്ര തന്നെ മാറിയാലും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാക്കാൻ പര്യാപ്തമാക്കുന്ന നല്ല വായന ശീലമാക്കാൻ തീരുമാനിക്കാം. ഈ വായനാ ദിനം അതിനുള്ള നല്ലൊരു തുടക്കമാകട്ടെ. നമുക്ക് ചുറ്റുമുള്ള വായനശാലകളിൽ നിന്നുമാകട്ടെ അതിന്റെ തുടക്കം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, വിവേകത്തോടെ പ്രവർത്തിക്കുക. ഇതായിരിക്കട്ടെ നമ്മളുടെ മുദ്രാവാക്യം. എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി.